പ്രിയ സുഹൃത്തുക്കളെ, വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകത്തിന് 4-ാം അധ്യായത്തിൽ 2 വ്യക്തികളെ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു സംഭവം ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് കായനും ഹാബേലുമാണ്. ആദത്തിൻ്റെയും ഹവ്വയുടെയും 2 പുത്രന്മാർ. കായൻ ആദ്യത്തേതും ഹാബേൽ രണ്ടാമത്തേതും. ഇവർ 2 പേരും ദൈവത്തിന് സമർപ്പണം ചെയ്തു, അല്ലെങ്കിൽ ബലിയർപ്പിക്കാൻ പോയി. കായൻ കൃഷിക്കാരനും ഹാബേൽ ആട്ടിടയനുമാണ്. കൃഷിക്കാരനായ കായൻ തൻ്റെ കൃഷിത്തോട്ടത്തിൽ നിന്ന് കിട്ടിയതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ദൈവത്തിന് കൊണ്ടുകൊടുത്തു. അതിനകത്ത് അദ്ദേഹം തിരഞ്ഞെടുത്തത് എന്ത് എന്നത് വിശുദ്ധ ബൈബിൾ പറയുന്നില്ല. ഹാബേൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് കൊഴുപ്പുള്ള ആട്ടിൻകുട്ടികളുടെ കൊഴുപ്പ് സമർപ്പിച്ചു എന്നാണ് പറയുക. എനിക്കിവിടെ ദൈവം ഒരു ഭൂർഷ്വാസിയാണോ എന്നൊരു സംശയമുണ്ട്. കാരണം കൃഷിക്കാരൻ കൊടുത്തതും ഹാബേൽ കൊടുത്തതുമായ സംഭവം 2 പേരുടെ ജോലിയിൽ നിന്നാണ് കൊടുത്തത്. അതവിടെ നിൽക്കട്ടെ, അതൊരു പിന്നാമ്പുറത്തെ ചിന്തയാണ്. എന്നിട്ട് ദൈവം പ്രസാദിച്ചത് ഹാബേലിലാണ്. ഹാബേലിൽ ദൈവം പ്രസാദിച്ചു എന്നത് ഒരു പ്രതീകാത്മകമായി കണ്ടാൽ മതി. ആ ഹാബേലിൽ ദൈവം പ്രസാദിച്ചു എന്ന് കണ്ടപ്പോൾ കായന് അസൂയ തോന്നി. ഇത് മാനുഷിക സഹജമാണ്. ഒരാൾ ഉയരുമ്പോൾ മറ്റൊരാൾക്ക് മാനുഷിക സഹജമായി അല്ലെങ്കിൽ സ്വന്തം കുതന്ത്രത്തിൽ നിന്ന് അസൂയ ഉണ്ടാവും. ഇത് പാടില്ലാത്തതാണ്. കാരണം എനിക്ക് എൻ്റെ അധ്വാനത്തിൽ നിന്ന് കിട്ടിയാൽ മതി. അവരൻ എന്നേക്കാൾ കൂടുതൽ അധ്വാനിക്കുന്നെങ്കിൽ അവന് കിട്ടിക്കൊള്ളട്ടെ. അതിലെന്ത് അസൂയയുടെ ആവശ്യം? പക്ഷേ ഈ അസൂയ എന്ത് പറ്റി? കായൻ ഹാബേലിനെ വിളിച്ചുകൊണ്ട് വയലിൽ പോയി. എന്നിട്ട് കായൻ ഹാബേലിനെ അവിടെ വെച്ച് കൊല്ലുകയാണ്. ദൈവം ഒരുവനിൽ പ്രസാദിച്ചാൽ പോലും ഒരു ശത്രുവിനോ അസൂയുള്ളവനോ തിന്മയുള്ളവനോ വേണമെങ്കിൽ ദൈവം പ്രസാദിക്കപ്പെട്ടവനെ പോലും കൊല്ലാം. എൻ്റെ വിശദീകരണമാണിത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്തിന് നമ്മൾ മറ്റൊരുവൻ്റെ വളർച്ചയിൽ അസൂയപ്പെടുന്നു? സോദരർ തമ്മിലെ പോരൊരു പോരല്ല, സൗഹൃദത്തിൻ്റെ കലങ്ങിമറിയല. കവിയാണ്, മലയാള കവിയാണ്. എന്നാൽ ഇത് സൗഹൃദത്തിൻ്റെ കലങ്ങിമറിയലല്ല ബൈബിളിൽ നമ്മൾ കാണുന്നത്, കൊലപാതകമാണ്. പിന്നെ അത് വേറൊരു കാര്യമുണ്ട്. പിന്നീട് വന്ന തലമുറയെല്ലാം കൊലപാതകളുടെ തലമുറയാണ്. കായൻ്റെ തലമുറയല്ലേ പിന്നെ വന്നേക്കുന്നത്. ഹാബേലിൻ്റെ തലമുറയെക്കുറിച്ച് ചിന്തിക്കുന്നില്ലല്ലോ. കായൻ്റെ തലമുറയെല്ലാം പിന്നെ കൊലപാതകളുടെ തലമുറയാണ്. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ഒരുവൻ്റെ ബുദ്ധിയെ കണ്ടിട്ടോ ഒരുവൻ്റെ കഴിവിനെ കണ്ടിട്ടോ അതിലൊന്നും അസൂയപ്പെടേണ്ട കാര്യമില്ല. കായൻ്റെ ഹാബേലിൻ്റെയും സംഭവം ഒരു ചിത്രമാണ്. കാരണം ഇത് ലോകത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഈ സംഭവിക്കാൻ സാധ്യതയുള്ളത് സംഭവിക്കരുത് എന്ന് പറയുന്നതാണ് ഈ ഭാഗത്തിൻ്റെ പ്രത്യേകത, ഈ ദൈവവചനത്തിൻ്റെ പ്രത്യേകത. കാരണം അവൻ്റെ അധ്വാനത്തിൽ നിന്ന് അവൻ ഇച്ചിരി മുകളിലേക്ക് വന്നോട്ടെ, അവൻ ഉയർന്നു വന്നോട്ടെ. അതുകൊണ്ട് അവനെ തകർത്തിട്ട് എനിക്ക് മുകളിലേക്ക് വരണം എന്ന ചിന്ത ദുഷ്പ്രവൃത്തിയാണ്, നന്മ പ്രവൃത്തിയല്ല. അപ്പുറത്തെ ഒരാൾ നന്നായി കിടക്കുന്നതാണ് നമുക്ക് നല്ലത്. ഒരു കുടയുണ്ടെങ്കിൽ വലിയ മഴയാണെങ്കിൽ അതിൻ്റെ കുടക്കീഴിലൊന്ന് കയറാം. അതുകൊണ്ട് കായൻ്റെ ഹാബേലിൻ്റെയും ജീവിതത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പ്രസംഗിക്കാനുണ്ട്, അല്ലെങ്കിൽ പഠിപ്പിക്കാനുണ്ട്. ഒരിക്കലും മറ്റൊരുവൻ്റെ ഉയർച്ചയിലോ മറ്റൊരുവൻ്റെ ഉയർച്ചയിൽ വിഷമിക്കുകയോ താഴ്ചയിൽ സന്തോഷിക്കുകയോ ചെയ്തത്. വളർന്നോട്ടെന്നേ. നിങ്ങളുടെ മുറ്റത്ത് നിൽക്കുന്ന മരം അപ്പുറത്തെ വീട്ടിലെ മരത്തിലോട്ട് നിന്ന് ചാഞ്ഞ് എന്നാൽ ആ മരം ഒന്ന് ഒതുങ്ങിക്കൊടുക്കും. ഇത് പ്രകൃതി നിയമം. ആ മരം ഒന്ന് ഒതുങ്ങിക്കൊടുക്കും. ചിന്തിച്ചാൽ മതി, നോക്കിയാൽ മതി. നിങ്ങളുടെ തേങ്ങ അങ്ങോട്ട് ചാഞ്ഞാൽ അപ്പുറത്തെ തേങ്ങ അല്പം ഒന്ന് ചാഞ്ഞു കൊടുക്കും. ഈ പ്രകൃതിയുടെ വർഗബോധം, അതാ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് വേറെയാണ്, ഞാൻ കമ്മ്യൂണിസ്റ്റായിരിക്കും പറയുന്നത്. ആ പ്രകൃതിയുടെ ബോധം പോലും നമുക്കില്ല. മറ്റൊരുവരും വളരുന്നതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അസൂയപ്പെടരുത്. അസൂയപ്പെടുന്ന താങ്കൾക്കായിരിക്കും അതിൻ്റെ ഭവിഷ്യത്ത്. അന്ന് കോടതിയില്ലാത്തതുകൊണ്ട് കായനകത്തായില്ല, ഇന്നതുണ്ട് എന്നോർക്കുക. ജോൺസൺ കരൂർ.